വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു ലോങ് ടോപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഒരു വീനെക്കിൽ ഒരു ഫ്ലാറ്റ് കോളറൊക്കെ വരുന്ന ടൈപ്പ്, പക്ക കോളറല്ല, ഫ്ലാറ്റ് ടൈപ്പ് വരുന്ന ടൈപ്പ് ഒരു വീഡിയോ ആണ്. നെക്കിലാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു ഡിസൈൻ വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ്. ഓഫീസ് വെയറിനൊക്കെ പറ്റാവുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു റയോണിൻ്റെ മെറ്റീരിയലാണ് എടുത്തത്. ഫ്ലോറൽ പ്രിന്റ് വരുന്ന റയോണിൻ്റെ മെറ്റീരിയലാണ് എടുത്തത്. ലൈനിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്യണില്ല. വളരെ സിമ്പിളാണ്, നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ വീഡിയോ കാണാം. ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്യണത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കട്ടിങ് തീരും. അപ്പോൾ ഇത് 4 ആക്കിയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ ഷോൾഡർ അലവൻസ് ആയിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് വിടുന്നുണ്ട്, നോർമലി നമ്മൾ ചെയ്യണ പോലെ തന്നെ. ശേഷം നമ്മൾ ഷോൾഡർ ഞാനൊരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. മിഡ് ആം ഹോൾ ലെങ്ത്ത് വരുന്നത് 5.5 ഇഞ്ചാണ്. നോർമൽ നമ്മളൊരു ടോപ്പ് കട്ട് ചെയ്യണ പോലെ തന്നെ, പക്ഷേ നമ്മൾ സ്ലീവ് സെപ്പറേറ്റ് കൊടുക്കണില്ല കേട്ടോ. ചെസ്റ്റ് അളവ് 9 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ചെസ്റ്റിൻ്റെ കൂടെ 3 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതുപോലെ തന്നെ വേസ്റ്റ് ലെങ്ത്ത് 13.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലയർ ഞാൻ 14 ഇഞ്ചാണ് കേട്ടോ കൊടുത്തത്. ശേഷം നമ്മൾ ഈ പോയിന്റുകളെല്ലാം മാർക്ക് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ഇതിൽ വേസ്റ്റിനും ചെസ്റ്റിനും അളവ് മതി. വേസ്റ്റ് മുതൽ നമ്മൾ ഫ്ലയർ വരെ ജസ്റ്റ് ഒരു എ ലൈൻ്റെ ഒരു ഷേപ്പാണ് കേട്ടോ കൊടുക്കുന്നത്. ശേഷം നമ്മൾ സീം എലമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ സ്ലീവിൻ്റെ ആ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്യണത്. അപ്പോൾ 2.5 ഇഞ്ച് ഞാൻ ഷോൾഡറിൻ്റെ അവിടെ എക്സ്ട്രാ വിട്ടിട്ട് അത് ചെസ്റ്റിൻ്റെ അളവായിട്ട് ഇതുപോലെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതൊരു സ്ലീവിൻ്റെ ഒരു ലെങ്ത് ആയിട്ട് വന്നോളും. എക്സ്ട്രാ ആ ഒരു സ്ലീവിൻ്റെ അവിടെ ഞാൻ സീം എലമെൻറ്റ്സ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ശേഷം 10 ഇഞ്ച് ലെങ്ത്തിലും 10 ഇഞ്ച് വിഡ്ത്തിലും ഞാൻ ഇതുപോലെ ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് സെൻറ്റർ ഫോൾഡ് ചെയ്യുക. സെൻറ്റർ ഫോൾഡ് ചെയ്തതിന് ശേഷം അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ നമുക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മാർക്കർ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ നമ്മളൊന്ന് സെൻറ്റർ മാർക്ക് ചെയ്യാം. ശേഷം നമ്മളുടെ നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് നമ്മൾ സീം എലമെൻറ്റ്സ് മാർക്ക് ചെയ്തതിന് ശേഷം 3 ഇഞ്ചാണ് ഞാൻ നെക്കിൻ്റെ വൈഡായിട്ട് ഞാൻ മാർക്ക് ചെയ്തത്. ഒരു 6 ഇഞ്ച് നെക്ക് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. 5 ഇഞ്ചാണ് നിങ്ങളുടെ നെക്കിൻ്റെ നോർമൽ ലെങ്ത് എങ്കിലും ഒരു 6 ഇഞ്ച് അടയാളപ്പെടുത്തിക്കോളൂ. വീനെക്കല്ല വരുന്നത്, ബോർ ഉണ്ടാവില്ല കേട്ടോ. ശേഷം ഒരു 4 ഇഞ്ച് ഞാൻ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഒരു വി ഷേപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ നമ്മൾ ആ ഒരു ഷേപ്പ് കൊടുക്കണം, കാരണം അവിടെയാണ് നമ്മൾ സ്റ്റിച്ചിങ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മുകളിൽ വിട്ടേണ ഒരു 1/2 ഇഞ്ച് സീം എലമെൻറ്റ്സ് 3 ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ, അത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഫോൾഡ് ചെയ്ത പോർഷനിൽ 2 സൈഡിലും നമ്മൾ ഇതുപോലെ 4 ഇഞ്ചിൽ ആ ഒരു വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ബാക്ക് നെക്കിൻ്റെ വിട്ട് 3 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യണത്. അത് നോർമൽ ഒരു റൗണ്ട് നെക്ക് മാത്രം നമ്മൾ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ 3 ഇഞ്ച് നെക്ക് വിട്ടിലും ഒരു 2.5 ഇഞ്ച് നെക്ക് ലെങ്ത്തിലും ഞാനത് ഒരു റൗണ്ട് ഷേപ്പിൽ ബാക്ക് നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് നമ്മൾ ബോഡി പോർഷനിൽ യൂസ് ചെയ്ത റയോണിലാണ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നത്. പക്ഷേ ഫ്രണ്ട് നെക്ക് നമ്മളൊരു കോൺട്രാസ്റ്റ് കളറിൽ ഈ മോഡലിൽ ചെയ്യണതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാനതൊരു 11 ഇഞ്ച് വിട്ടിലും 11 ഇഞ്ച് ലെങ്ത്തിലും നമ്മൾ ഒരു പിങ്ക് കളറിൻ്റെ ഷെയ്ഡ് വരുന്ന ഒരു പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ ക്യാൻവാസ് നമ്മൾ അടിച്ചു കൊടുത്തേണ്ടത്. ശേഷം നമ്മൾ ക്യാൻവാസിൻ്റെ 3 സൈഡും ഇതുപോലെ നമ്മൾ എക്സ്ട്രാ ഒരു 1 ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ മെയിൻ പീസിൽ, ആ ഒരു പിങ്ക് പീസിൽ, അത് ഇതുപോലെ ക്യാൻവാസിലോട്ട് വെച്ച് പതിച്ചടിക്കുകയാണ് ചെയ്യണത്. മുകളിൽ അടിക്കേണ്ട കേട്ടോ, അത് നമ്മൾ മെയിൻ പീസോട് കൂടിയിട്ടാണ് ചെയ്യണത്. ശേഷം മെയിൻ പീസിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടിട്ട് ഇത് ഇതുപോലെ നല്ല വശത്തോട് നല്ല വശം വെച്ചിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. മുകളിൽ നമ്മളൊരു 3 ഇഞ്ച് വിട്ടിൽ നമ്മളൊരു 1/2 ഇഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞല്ലോ, അത് ഇതുപോലെ നമ്മളുടെ ആ ഒരു നെക്ക് വിട്ടേണത് വി ഷേപ്പിലാണ്. ആ മാർക്ക് ചെയ്തേണ കൂടെ നമ്മൾ സെന്റർ നോക്കി കൃത്യത്തിൽ തന്നെ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുകളിലെ ഭാഗത്ത് നമ്മളൊരു 4 ഇഞ്ച് സീം എലമെൻറ്റ്സ് കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം നമ്മൾ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്ത പോർഷനിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നീട് അത് തിരിച്ച് മറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് പോർഷൻ റെഡിയാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ അതൊന്ന് അയൺ ചെയ്തെടുക്കുക. ഒന്ന് തിരിച്ച് വെച്ചിട്ട് ഒന്ന് അവിടെ ഒരു ഫോൾഡിങ് വരുന്നുണ്ടല്ലോ, ആ ഭാഗം തിരിച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ അയൺ ചെയ്തെടുത്താൽ നമ്മളുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്.
ഇനി ബാക്ക് നെക്കാണ് നമ്മൾ ചെയ്യണത്. ബാക്ക് നെക്ക് നോർമലി നമ്മൾ ചെയ്യണ പോലെ തന്നെ ആ ഒരു ക്യാൻവാസോട് കൂടിയിട്ട് നമ്മൾ ആ വിട്ടേണ ഒരു ഇഞ്ചിൻ്റെ പോർഷൻ പതിച്ചടിച്ച് കഴിഞ്ഞതിന് ശേഷം മെയിൻ പീസായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇനി ഷോൾഡർ ജോയിനിങ് ആണ്. അപ്പോൾ നല്ല വശത്തിനോട് നല്ല വശം വെച്ച് കഴിഞ്ഞതിന് ശേഷം രണ്ട് ഷോൾഡറും ഇതുപോലെ നമ്മളൊന്ന് ടോപ്പ് സ്റ്റിച്ച് കൊടുത്താൽ മതി. കവർ ചെയ്തിട്ടല്ല കേട്ടോ നമ്മൾ അടിച്ചെടുക്കുന്നത്. സ്ലീവിൻ്റെ അവിടെ ഞാനൊരു ഫ്ലാപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു 1 ഇഞ്ചിൽ ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് അടക്കം 1.5 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുക. അത് രണ്ടായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് അത് ജോയിൻ ചെയ്ത് അടുപ്പിക്കുക. ആം ഹോളിൻ്റെ റൈറ്റ് സൈഡിലല്ല കേട്ടോ, റോങ് സൈഡിലാണ് നമ്മൾ ഈ ഒരു പട്ട നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ റോങ് സൈഡിൽ ഇതുപോലെ ഒരു 1/2 ഇഞ്ചിൽ നോർമലി നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കുക. നമ്മൾ അറ്റാച്ച് ചെയ്തപ്പോൾ വന്നേണ ഒരു സീം അലവൻസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ മെയിൻ പീസിലോട്ടൊന്ന് പതിച്ചടിക്കണം കേട്ടോ. എന്നാലാണ് ആ ഒരു ഫ്ലാപ്പ് നമ്മൾക്ക് കൃത്യമായിട്ട് കിടക്കുള്ളൂ. ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ വെച്ചിട്ട്, അതായത് ആ ഒരു എൻഡ് സൈഡ് ഉണ്ടല്ലോ ജോയിൻ ചെയ്യുന്ന രണ്ട് ഭാഗവും, അത് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ചോളൂ കേട്ടോ. അതായത് ആ ഫ്ലാപ്പ് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായി അയൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് തന്നെ വരും കേട്ടോ. ശേഷം ബാലൻസ് ഉള്ള സൈഡും കൂടിയും ഇതുപോലെ തന്നെ നമ്മൾ സ്ലീവിൻ്റെ അവിടെ ഫ്ലാപ്പ് വെച്ചതിന് ശേഷം നമ്മൾ സൈഡ് പോർഷൻ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ടോപ്പ് റെഡിയാണ്. അടിഭാഗം കൂടി മടക്കി അടിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു പീസ് കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.